നമുക്കിന്ന് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ ഒരു ജാപ്പനീസ് മെത്തേഡ് യൂസ് ചെയ്യാം. ഒരു എളുപ്പ വഴിയാണ് ഈസി ട്രിക്ക്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആദ്യം 13 മൾട്ടിപ്ലൈഡ് ബൈ 42. അപ്പോൾ ആദ്യത്തെ നമ്പറിനെ നമുക്ക് ഹൊറിസോണ്ടലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. 1 3 എന്ന് പറയുന്നതിന് 1 2 3. ഓക്കെ, ഇനി 4 2 എന്ന് പറയുന്ന ആദ്യത്തെ 4 അതിനെ നമുക്ക് വെർട്ടിക്കലി റെപ്രസെൻറ്റ് ചെയ്യാം. 1 2 3 4. ഇനി അടുത്തത് 2, ദാറ്റ് ഈസ് 1 2. ഇനി നമുക്ക് ഈ ജോയിൻസ് ആണ് നമുക്ക് എണ്ണേണ്ടത്. അപ്പോൾ ആദ്യം ഇത്രയും ഇത് ഫസ്റ്റ് അടിച്ചിട്ട് ഇത് ഫസ്റ്റ് വരുന്നത്, ദെൻ ഇത് ഇവിടെ സെക്കൻഡ് 1, ദെൻ തേർഡ്. ഇങ്ങനെയാണ് നമ്മളിതിനെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എത്ര നമ്പേഴ്സാണ് ഇവ ജോയിൻ്റ് എന്ന് നോക്കാം. 1 2 3 4 5 6 ജോയിൻസ് ഉണ്ട്. അടുത്തത് ഇവിടെ 1 2 3 4 5 6 7 8 9 10 11 12 13 14. അപ്പോൾ ഇവിടെ ഒരു 14 വരും. ഇനി അടുത്ത എത്രയാണ്? 1 2 3 4 എന്ന് പറയുന്നത്. ഇനി നമുക്കിതിനെ എങ്ങനെ ആഡ് ചെയ്ത് എഴുതാം നോക്കാം. ആദ്യത്തെ ഡിജിറ്റ് യൂണിറ്റ് ഡിജിറ്റ് 6, 14ൻ്റെ 4 എഴുതുന്നു. ബാലൻസ് അതായത് റിമൈൻഡർ 1, ഈ റിമൈൻഡർ ഇവിടത്തെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. 546. ഇതായിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ആദ്യത്തെ ഈ 1 3 എന്ന് പറയുന്നതിനെ നമ്മൾ ഹൊറിസോണ്ടലി റെപ്രസെൻറ്റ് ചെയ്യുന്നു. ദെൻ 4 2 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ വെർട്ടിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മളിവയെ ആഡ് ചെയ്യുന്നു. ഈ ജോയിൻസ് ആണ് നമ്മളിവിടെ കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എത്രയാണ്? 1 2 3 4 5 6. ഇവിടെ എത്രയാണ്? ഇതാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇതും കൂടി ആഡ് ചെയ്യുന്നു. 14 കിട്ടി, ഇവിടുത്തെ 4 കിട്ടി. അപ്പോൾ ഇത് കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 13 മൾട്ടിപ്ലൈഡ് ബൈ 42. അപ്പോൾ ഇത് നമുക്ക് വേറെ ഈസി മെത്തേഡ്സ് ഉണ്ടല്ലോ. 3 × 2 6, 1 × 4 4. 3 × 2 6 എന്ന് എഴുതുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഡിജിറ്റ് കൂടെ വേണം. പിന്നെ എന്താണ്? 1 × 2 2 പ്ലസ് 3 × 4 12. 12 പ്ലസ് 2 ദാറ്റ് ഈസ് 14. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 4 5 546 അല്ലേ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതൊരു ഈസി മെത്തേഡാണ്. നമുക്ക് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ ഇങ്ങനെ ജസ്റ്റ് ആഡ് ചെയ്ത് ചെയ്യാൻ പറ്റും.